നടപടിക്രമങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയായി. ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് അത് പൂർത്തിയാക്കിയത്. ശുദ്ധികലശ കർമ്മങ്ങളും കഴിഞ്ഞു. എല്ലാം ഭംഗിയായി പര്യവസാനിച്ചു. ഞങ്ങൾ ഈ തിരുവാഭരണ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൃത്യമായ നടപടിക്രമങ്ങൾ, തിരുവാഭരണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ മാനുവൽ പ്രൊസീജിയർ, ആ മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് സുശക്തമായ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടു ചെന്നപ്പോഴാണ് സ്വാഭാവികമായും സ്പെഷ്യൽ കമ്മീഷൻ്റെ ഒരു ചെറിയ ഒരു വിഷയം വരുന്നത്. ഞങ്ങളത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമാവുകയും ഞങ്ങൾക്ക് അത് പ്ലേറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് ഇവിടെ വന്ന് സ്ഥാപിക്കുവാനുള്ള അനുമതിയും കിട്ടി. അത് വളരെ ഭംഗിയായി ആ മംഗളകർമ്മം ഇവിടെ കഴിഞ്ഞു. എന്തായാലും ഭംഗിയായി കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന പാളികളുടെ തൂക്കം 22.833 കിലോഗ്രാം ആയിരുന്നു. 22.833 കിലോഗ്രാം ആയിരുന്നു. ഇപ്പോൾ 22.876 കിലോഗ്രാം ഉണ്ട്. 22.876 കിലോഗ്രാം, അതായത് 9.702 ഗ്രാം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായ പത്രക്കുറിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പി ആർ ഒ തരും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ അളവ് 9.702 ഗ്രാം കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാം പിന്തുണയും നിങ്ങളുടെ എല്ലാം സഹകരണവും എല്ലാവിധമായ സഹകരണവും കൊണ്ട് നമുക്ക് മംഗളകരമായി ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ പറ്റി. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നിപ്പോൾ മുഖ്യപ്രതി അറസ്റ്റിലായ ദിവസമാണ്. ക്ഷേത്രം തുറക്കുകയും ഈ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. അത് എന്ത് തോന്നി? അതൊക്കെ യാദൃച്ഛികമാകാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. നമുക്ക് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഭഗവാന്റെ ഒരു തരി സ്വർണ്ണമെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് രണ്ടും നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് നടക്കുകയും ചെയ്യും. ഓക്കെ.